ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ പതിവ് പോലെ ഇന്നത്തെ ഡേയും തുടങ്ങി കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റായിരുന്നു. രാവിലെ എഴുന്നേറ്റ് വന്ന് പല്ല് തേച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനാണെങ്കിൽ നേരെ അടുക്കളയിലേക്ക് കയറി കേട്ടോ. അപ്പോൾ മക്കളൊന്നും എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ അടുക്കളയിൽ അമ്മ ചപ്പാത്തിക്ക് മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ചപ്പാത്തി അല്ല, കൊച്ചു ചപ്പാത്തി കേട്ടോ. അപ്പം ഒരുപാട് വലിയ ചപ്പാത്തി അല്ല കേട്ടോ. അപ്പോൾ അമ്മ എപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയാലും അതുപോലെ ചെറിയ ചെറിയ ചപ്പാത്തിയാണ് ഉണ്ടാക്കുക. നമുക്ക് പൂരിക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം, അത്തരത്തിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ തവയിൽ 2 എണ്ണം വീതം വാങ്ങിയിട്ട് എടുത്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ചപ്പാത്തിക്ക് കറി പരിപ്പ് കറിയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ചപ്പാത്തി ചുട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മ വന്നായിരുന്നു. പിന്നെ ഞാൻ അവളെ എടുത്തുകൊണ്ട് പിന്നെ അവൾ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല കേട്ടോ. പിന്നെ അമ്മ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ലക്ഷ്മിനെ ഒന്ന് ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് എല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ പഴങ്കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ പഴങ്കഞ്ഞി ചപ്പാത്തി എല്ലാം ഉണ്ടായി കഴിഞ്ഞായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ കറി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചപ്പാത്തി എനിക്ക് അങ്ങനെ കഴിക്കത്തില്ല, നല്ല ഇഷ്ടമാണ്. പക്ഷേ പഴങ്കഞ്ഞി ഉള്ളതുകൊണ്ട് ഞാൻ പഴങ്കഞ്ഞി എടുത്തു. കുറച്ച് കഴിഞ്ഞിട്ട് ചപ്പാത്തി കഴിക്കാമെന്ന് വെച്ചു. പഴങ്കഞ്ഞിക്ക് നമ്മുടെ മീൻകറി ഉണ്ടായിരുന്നു, പിന്നെ ചക്ക കറി വെച്ചതുണ്ടായിരുന്നു, പിന്നെ രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഉള്ളപ്പോൾ ഞാൻ എന്തായാലും പഴങ്കഞ്ഞിയെ കുടിക്കുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് പഴങ്കഞ്ഞിയെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മക്കൾ എഴുന്നേറ്റു കേട്ടോ. അപ്പം എനിക്ക് കുറച്ച് എണ്ണ ഉണ്ടാക്കണമെന്നുണ്ട്. നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ ഉണ്ടാക്കണം എന്നുണ്ട്. അപ്പോൾ നേരത്തെ കാച്ചിയ എണ്ണ തീരാറായി കേട്ടോ. അപ്പോൾ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഞാൻ ഏകദേശം 1 മന്ത് പോലും കംപ്ലീറ്റ് ആയിട്ട് ആയിട്ടില്ല, പക്ഷെ നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ മൂത്ത മോനൊക്കെ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല കളർ കുറവുണ്ടായിരുന്നു. കാരണം സ്കൂളിലൊക്കെ പോകുന്ന ടൈമിലായാലും വെയിൽ കൊണ്ട് ചാടി അങ്ങനെ നല്ല മുഖത്ത് ഫേസിലൊക്കെ കളർ കുറവുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉപയോഗിക്കാറുണ്ട്, മക്കൾക്ക് 3 പേർക്കും കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഏകദേശം 1 മാസം പോലും ആയിട്ടില്ല, പക്ഷേ നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പറയുകയും ചെയ്തു. അപ്പം എനിക്ക് കൂടുതൽ കുറച്ച് നമുക്ക് ഒരാളെ കാണുമ്പോൾ നമ്മളത് തേച്ചതിന് ശേഷം ഡിഫറൻസ് മനസ്സിലാവുമല്ലോ കുട്ടികളിലെ തന്നെ. അപ്പോൾ എനിക്ക് നല്ലതാണെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഒന്നും കൂടി ഉണ്ടാക്കാമെന്ന് വെച്ചു. പിന്നെ ഞാൻ ഇപ്പോൾ ഇട്ടതെന്ന് വെച്ചാൽ രാമച്ചാണ്. രാമച്ചം നിർബന്ധമൊന്നുമില്ല, നമ്മളുള്ളതുകൊണ്ട് രാമച്ചം ഇട്ടെന്നേ ഉള്ളൂ. രാമച്ചം കുറച്ച് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചാണ് കേട്ടോ എടുത്തത്. നമ്മളതിൻ്റെ ആ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്, രാമച്ചം അല്ല, ആ വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിതൊക്കെ ഒന്ന് അരച്ചെടുക്കുന്നത്. അപ്പോൾ പിന്നെ ഞാനാണെങ്കിൽ ഇതിനകത്തേക്ക് ഒരു അരമുറി തേങ്ങ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ 1 കിലോൻ്റെ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ആണെങ്കിൽ ഞാൻ അരമുറി തേങ്ങ, അത് അരമുറി കറക്റ്റ് വേണമെന്നില്ല. അപ്പോൾ ചെറിയൊരു പീസായതുകൊണ്ടാണ് ഞാൻ അരമുറി തേങ്ങ എടുത്തത്. പിന്നെ ബീട്രൂട്ട്, ക്യാരറ്റ്. അപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കിയതിൽ ബീട്രൂട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല, ക്യാരറ്റ് മാത്രമാണ്. പക്ഷേ ബീട്രൂട്ട് നമ്മുടെ സ്കിന്നിന് നല്ല കളറൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിൽ കഴിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ സ്കിന്നിൽ ഇതുപോലെ അപ്ലൈ ചെയ്യുന്നതൊക്കെ നല്ല ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ഉപയോഗിച്ചിട്ട് എനിക്കും ഒരുപാട് വ്യത്യാസം നമ്മുടെ സ്കിന്നിനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മുഖക്കുരു വന്ന കറുത്ത പാടുകളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മങ്ങി തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഞാനിത് തേച്ച് ഒരു അരമണിക്കൂർ കുട്ടികളെ ഒന്ന് നിർത്തിയേക്കും. അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവരെ കുളിപ്പിക്കുക. അപ്പോൾ രാവിലെയും വൈകുന്നേരം ഇല്ല, രാവിലെ മാത്രമേ അവർക്ക് തേച്ച് കൊടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ലച്ചുവിന് ദേഹം ഫുള്ള് ഞാൻ തേച്ചെടുക്കാറുണ്ട്, കുഞ്ഞല്ലേ അവള്. അപ്പോൾ നമ്മൾ കൊച്ചു കുട്ടികൾക്ക് മുതൽ ഉപയോഗിച്ച് തുടങ്ങാം കേട്ടോ. അങ്ങനെ ഞാനാണെങ്കിൽ ബീട്രൂട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് അരയ്ക്കുമ്പോൾ അതിൻ്റെ കഷ്ണമൊന്നും കിടക്കാൻ പാടില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് നല്ല ഫൈനായിട്ട് അരിഞ്ഞ് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റ് ഞാൻ 2 എണ്ണമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു 2 ക്യാരറ്റാണ്. അപ്പോൾ അതും ഞാനിതുപോലെ നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങയും തിരക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ തേങ്ങ ഇതുപോലെ അരച്ചെടുക്കുന്നത് നമ്മുടെ രാമച്ചത്തിൻ്റെ വെള്ളം ഉപയോഗിച്ചാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ തേങ്ങ ഫുള്ള് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചിട്ടാണ് നമ്മളിതുപോലെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ പാല് ഫുള്ള് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ തേങ്ങാപ്പാൽ എടുത്തതിന് ശേഷം പിന്നെയാണ് നമ്മൾ ബാക്കി ബീട്രൂട്ടും ക്യാരറ്റും നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബീട്രൂട്ട് മാത്രമായിട്ടും ചെയ്യാം, ക്യാരറ്റ് മാത്രമായിട്ടും ചെയ്യാം. അങ്ങനെ പിന്നെ തേങ്ങാപ്പാൽ നമ്മുടെ സ്കിന്നിന് എല്ലാവർക്കും അറിയാമല്ലോ, സ്കിന്നിന് നല്ലതാണ്, കുട്ടികൾക്കായാലും ഒക്കെ നല്ലതാണ്. പിന്നെ ഞാനിത് സ്കിന്നിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ ക്യാരറ്റിൻ്റെത് ഞാൻ ഹെയറിലും കൂടെ തേക്കുമായിരുന്നു കുട്ടികൾക്ക്. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ നല്ല ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ.
അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ഒന്ന് നല്ല ഫൈനായിട്ട് അരച്ചിട്ട് അത് ഒരു അരിപ്പയിലൂടെ അതിൻ്റെ പാല് ഫുള്ള് പിഴിഞ്ഞെടുക്കാൻ കേട്ടോ. അപ്പോൾ നമുക്കൊരു തുണിക്കകത്ത്, ഒരു വെള്ള തുണിക്കകത്ത് വേണമെങ്കിൽ ഇതുപോലെ പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനാണെങ്കിൽ ഇതുപോലെ അരിപ്പയിൽ നന്നായിട്ട് അതിൻ്റെ പാല് ഫുള്ള് വരത്തക്ക രീതിയിൽ നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം സ്പൂണ് വെച്ചാണ് ഞാൻ എടുത്തത്, പിന്നെ നമ്മൾ കൈവച്ച് തന്നെ നന്നായിട്ട് അതിൻ്റെ ഫുള്ള് പാലും വരത്തക്ക രീതിയിൽ നമ്മൾ പിഴിഞ്ഞെടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ ആ ജാറിൽ തന്നെ ബീട്രൂട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ബീട്രൂട്ടും ക്യാരറ്റും ഒന്നും അരയ്ക്കുമ്പോൾ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ ബീട്രൂട്ട് അരച്ചപ്പോൾ കുറച്ച് വെള്ളം ചേർത്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫുള്ളത് വെള്ളം പോലെ ആയിപ്പോവും. പക്ഷേ നമുക്കത് വറ്റിച്ചെടുക്കാം. എങ്കിലും നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് അരയ്ക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. അങ്ങനെ ബീട്രൂട്ട് ഞാനൊന്ന് അരച്ചെടുത്ത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് ആ തേങ്ങാപ്പാലിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാരറ്റും ഞാൻ ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് അരച്ചത്. അപ്പോൾ ആ ക്യാരറ്റും ബീട്രൂട്ടും കൂടെ നമ്മൾ തേങ്ങാപ്പാലിലേക്ക് മിക്സ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. പിന്നെ നമ്മുടെ പരിപാടിയൊക്കെ ഇനി എളുപ്പമെന്ന് വെച്ചാൽ നമുക്ക് എണ്ണ കാച്ചുന്ന ഒരു പ്രോസസ്സ് ഒരു ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കാച്ചി എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അത്രയും ഇതായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ബീട്രൂട്ട് അരച്ചു കഴിഞ്ഞു. പിന്നെ ക്യാരറ്റ് അരയ്ക്കാൻ പോവാണ് കേട്ടോ. അതുപോലെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. പിന്നെ ക്വാണ്ടിറ്റിയും കുറച്ചേ ഉള്ളൂല്ലോ. അപ്പോൾ നമുക്ക് ഒരുപാട് വലിയ ക്വാണ്ടിറ്റി ഒന്നും അല്ല, അത് കുറച്ച് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാനൊക്കെ പറ്റും. പിന്നെ നമുക്ക് ഇതുപോലെ കുട്ടികൾക്കായാലും നമുക്കായാലും സ്കിൻ ബ്രൈറ്റനിങ് ഓയിലൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ലാഭം. നമ്മൾ ഒരുപാട് പൈസ കൊടുത്തൊന്നും പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഏറ്റവും യൂസ്ഫുൾ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഇത് 100% നമുക്ക് സക്സസ് ആയ ഒരു കാര്യമാണ് ഈ ഓയിൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവരും കുട്ടികൾക്കൊക്കെ നിറം കുറവായ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്താൽ നല്ല ഒരു മാറ്റം തന്നെ കാണും കേട്ടോ. അപ്പോൾ ഞാൻ ക്യാരറ്റും കൂടെ നല്ല ഫൈനായിട്ട് അരച്ചിട്ട് ആ തേങ്ങാപ്പാലിൽ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. പിന്നെ ആ മിക്സ് നമ്മൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്കിട്ട് കാച്ചിയെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതിനകത്ത് എണ്ണയിലേക്ക് വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല, പൊടികളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. ഈ ഒരു 3 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ്: തേങ്ങാപ്പാലും ക്യാരറ്റും ബീട്രൂട്ടും. ഇത് മാത്രം മതി. പിന്നെ നമ്മുടെ ഓയിലും വേണം. നമ്മുടെ നാച്ചുറലായിട്ടുള്ള ചക്കിലാട്ടിയ എണ്ണ ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുക്കുന്നത്. നമ്മുടെ പാക്കറ്റ് ഓയിൽ മാക്സിമം നമ്മൾ ഒഴിവാക്കണം. അന്നേരം ഞാനിതെല്ലാം മിക്സ് ചെയ്ത് വന്നപ്പോൾ തന്നെ നല്ലൊരു കളർ അതിനുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾ എന്നോട് ചോദിച്ചു വേറെ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കാനാണോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ അങ്ങനെ നമ്മുടെ സ്കിന്നൊക്കെ നല്ലൊരു ഷൈനി ആവും കേട്ടോ അതൊക്കെ ഈ ഓയിൽ തേച്ച് കഴിയുമ്പോൾ. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് ഇനി എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇരുന്നാൽ സമയം കിട്ടില്ല. അപ്പോൾ പിന്നെ ഞാനത് രാവിലെ തന്നെ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അതാണ്ട് നമ്മുടെ വെളിച്ചെണ്ണ നാച്ചുറലായിട്ടുള്ള വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. നമ്മൾ അല്ലാണ്ട് മില്ലിൽ ആട്ടിയതൊന്നുമല്ല, നമ്മുടെ അല്ലാണ്ട് കിട്ടുന്നതാണ് കേട്ടോ. അങ്ങനെ അതെടുത്ത് ഞാനിപ്പോൾ ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമുക്ക് നല്ലൊരു പാത്രത്തിൽ അല്ലെങ്കിൽ ഉരുളി അങ്ങനെ എന്തെങ്കിലും ഒരു പാത്രത്തിൽ നമുക്കിതുപോലെ എണ്ണയൊന്ന് വെക്കാം. പക്ഷേ ഈ ഇരുമ്പ് ചീനിച്ചട്ടി എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ചൂട് അതിനകത്ത് തന്നെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ആയി വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ചു. ഒരു 1/2 കിലോൻ്റെ 1/2 ലിറ്റർ ഓയിലാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ അതൊന്ന് ചൂടായി വരുമ്പോൾ വേണം നമ്മുടെ ഈ മിക്സ് ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയും തേങ്ങാപ്പാലിൻ്റെയും കൂടെ മിക്സ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ഒരു പ്രോസസ്സ് എന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ കൈ എടുക്കാണ്ട് നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ഈ മിക്സ് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ആദ്യത്തെ ഒരു 2-3 മിനിറ്റ് കൂട്ടിയിട്ടാലും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലെയിം അങ്ങ് കുറച്ചേക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്നറിയാമോ, നമ്മളാണെങ്കിൽ അതിനകത്തുനിന്ന് എണ്ണയൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നതും അതുമാത്രമല്ല പെട്ടെന്ന് തന്നെ അത് ഇതായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം എപ്പോഴായാലും നമ്മൾ ഹെയർ ഓയിലായാലും അതുപോലെ തന്നെ ഇതുപോലെ സ്കിൻ വൈറ്റനിങ് ഓയിലായാലും എന്തായാലും നമ്മൾ കാച്ചുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ബീട്രൂട്ട് അരച്ചപ്പോൾ കുറച്ച് വെള്ളമായി പോയെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ഒരു ഇച്ചിരി വെള്ളം പോലെ ആയത്. അപ്പോൾ നമുക്കത് ഇതിനകത്ത് നമുക്ക് ഇത് വറ്റി വരും. പിന്നെ എന്താണെന്നറിയാമോ, ഇനി നമ്മൾ ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറോളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഇളക്കി ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ കുറച്ച് മെനക്കെട്ടാലും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണെങ്കിൽ നമ്മൾ എത്ര മെനക്കെട്ടാലും കുഴപ്പമില്ല. അപ്പോൾ പിന്നെന്താ, ഇനി ഇത് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ കളറ് ചേഞ്ച് ആകുമ്പോൾ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ഈ മിക്സ് എല്ലാം
എണ്ണയിൽ ഇങ്ങനെ പൊങ്ങി വന്ന് അതെല്ലാം ഫുള്ള് എണ്ണയിൽ ഇങ്ങനെ മിക്സായിട്ട് കിടക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് ഓരോ സ്റ്റേജ് കഴിയുന്തോറും അതിൻ്റെ കളറൊക്കെ ചേഞ്ചായി നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ മട്ടൊക്കെ ഇങ്ങനെ അടിയിൽ പോകും, നമ്മളുടെ ഇതിൻ്റെ ഇതൊക്കെ അടിയിൽ പോയി എണ്ണ തെളിഞ്ഞ് വരും കേട്ടോ. അതാണ് ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ നന്നായിട്ട് കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ വെച്ച് നല്ലൊരു കളറാണ്. ഇപ്പോൾ അത് കുറേ കഴിഞ്ഞിട്ട് ഞാൻ എടുത്താണ് കേട്ടോ ഇത്. അപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അന്നത്തേക്ക് തന്നെ നമ്മുടെ ഒരു കളറ് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഒരു കളറൊക്കെ ഒരു ബീട്രൂട്ടിൻ്റെ ആ ഒരു നല്ല ബ്രൈറ്റായിട്ടുള്ള ആ കളറൊക്കെ മാറി ഒന്ന് വന്നിട്ടുണ്ട്. ഇനിയും നമ്മൾ ഒരുപാട് നേരം ഇതുപോലെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ എണ്ണയിൽ ഇതെല്ലാം ഫുള്ള് മിക്സാണ്, ഈ ബീട്രൂട്ടും ക്യാരറ്റും ഫുള്ള് മിക്സാണ് കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് ഇടയ്ക്ക് വിശന്നു. പിന്നെ ഞാനാണെങ്കിൽ 2 ചപ്പാത്തിയും നമ്മുടെ പരിപ്പ് കറിയും കൂടെ കഴിച്ചു. അപ്പോൾ കഴിക്കാനൊന്നും സമ്മതിക്കില്ല, ലച്ചു ഭയങ്കര വഴക്കാണ് കേട്ടോ. അപ്പോൾ ഇനി അവളെ കുളിപ്പിക്കണം, കുട്ടികളെ ഒന്നും കുളിപ്പിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഇനി ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ പിറകിൽ ഇങ്ങനെ ഇരുന്നതുകൊണ്ട് ഒരുപാട് സമയം പോകുന്നുണ്ട് കേട്ടോ. എന്നാലും ഞാനത് ഫുള്ളായിട്ട് കാച്ചി എടുത്തു. അപ്പോൾ നമ്മുടെ എണ്ണ എന്താണ്ടോ ഒരുമാതിരി ഒരു ഗോൾഡൻ അല്ല, ഒരു യെല്ലോ പോലൊരു കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ സ്റ്റേജാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊരു കറുത്ത കളർ, ഈ മട്ടെല്ലാം നന്നായിട്ട് കറുത്ത കളറായിട്ട് പിന്നെ അത് നമ്മുടെ ഓയിൽ മേളിൽ തെളിഞ്ഞ് വരും. അപ്പോൾ ഈ ഓയിൽ ഇപ്പോൾ നല്ലൊരു ഒരു കൊഴുപ്പ് പോലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഓയിൽ നന്നായിട്ട് വരും. അപ്പോൾ ഇത് അപ്പോൾ ലാസ്റ്റ് സ്റ്റേജൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ കുറച്ചൊന്ന് ഫ്ലെയിം കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് വെട്ടി തിളച്ചു കേട്ടോ. അപ്പോൾ വെട്ടി തിളച്ച് പിന്നെ അതിനിടയ്ക്ക് നല്ലൊരു മഴയൊക്കെ പെയ്തു കേട്ടോ. സൂപ്പർ മഴയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അപ്പോഴും നമ്മുടെ ലോ ഫ്ലെയിമിൽ കിടക്കുകയാണ് കേട്ടോ എണ്ണ. അപ്പോൾ ഞാൻ ജസ്റ്റ് മഴയുടെ ആ വീഡിയോ ഒന്ന് എടുത്താണ്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇടിയും മിന്നലും ഒന്നും ഇല്ലായിരുന്നു, മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലും വരുന്നുണ്ട്, ആ തേങ്ങാപ്പാലിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ഞാനാണെങ്കിൽ നമ്മുടെ കുപ്പിയിലേക്ക്, നേരത്തെ ക്യാരറ്റ് ഓയിലിരുന്ന അതേ കുപ്പിയിലേക്ക് തന്നെ ഒഴിച്ച് വെക്കാൻ പോവാണ്. ഫസ്റ്റ് ഞാനൊരു തവി കൊണ്ട് ഇങ്ങനെ അതിന് മേളത്തെ എണ്ണയെല്ലാം ഇങ്ങനെ എടുത്തിട്ട് പിന്നെ ലാസ്റ്റ് ഒരു തുണി വെച്ചിട്ട് അതിങ്ങനെ പിഴിഞ്ഞെടുക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫുള്ള് എണ്ണയും ഇതിലേക്ക് വരണം. അപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് ഒട്ടും എണ്ണ കളഞ്ഞിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് എനിക്ക് അത്രയും ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാനത് വീണ്ടും ഉണ്ടാക്കിയതും. അതുപോലെ തന്നെ അതിനകത്തുനിന്ന് കുറച്ച് പോലും കളയാൻ മനസ്സ് വരാഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ പാത്രമൊക്കെ ഫുള്ള് ലാസ്റ്റ് അതൊന്ന് തൂത്തെടുത്തിട്ട് ഞാൻ എൻ്റെ മുഖത്തൊക്കെ തേച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓയിൽ നല്ലൊരു കളറിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനത് നമ്മുടെ ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് വെക്കാൻ പോവാണ്. നേരത്തെ ഇതിൽ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒഴിച്ച് വെക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കുട്ടികൾക്ക്, നിറം കുറഞ്ഞ കുട്ടികൾക്കൊക്കെ വളരെ ഹെൽപ്ഫുള്ള്, വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. കുട്ടികൾക്ക് മാത്രമല്ല, ഞാനും ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ സ്കിൻ നല്ലൊരു ഗ്ലേസിങ് ഒക്കെ ആവും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇനി അത് കഴിഞ്ഞിട്ട് ഇനി മക്കളെയൊക്കെ കുളിപ്പിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക്. പിന്നെ ഞാനപ്പോൾ ഇത് പിഴിഞ്ഞിട്ട് അതിൻ്റെ ആ ബാലൻസ് വന്ന ആ കൊത്തുണ്ടല്ലോ, കൊത്തെന്ന് വെച്ചാൽ നമ്മളുടെ അതിൻ്റെ ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെ സംഭവം, അത് ഞാൻ നമ്മുടെ കാലിലൊക്കെ തൂത്തിട്ട് ഞാൻ പോയി ഇനി കുളിക്കണം. അപ്പോൾ ബാലൻസ് ഈ കപ്പിനകത്തു നിന്നും നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ ഞാനത് മൊത്തം തൂത്തെടുത്തിട്ട് ഞാനെൻ്റെ മുഖത്തും കയ്യിലൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. തേച്ച് കൊടുത്തിട്ട് ഒരു അരമണിക്കൂറോളം നമ്മൾ കുട്ടികൾക്കായാലും തേച്ച് കൊടുത്തിട്ട് അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കുട്ടികളെ കുളിപ്പിക്കാവൂ കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിനി ഇതൊക്കെ തേച്ചിട്ട് കുറച്ച് തുണി കഴുകാനുണ്ട്. അത് കഴിഞ്ഞിട്ട് മക്കൾക്കും ഇനി എണ്ണയൊക്കെ തേച്ച് അവരെ കുളിപ്പിക്കണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നടന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക.